ഇന്ത്യൻ തെരുവുകളിൽ ഇന്ന് നിശബ്ദമായ ഒരു പോക്കറ്റടി നടക്കുകയാണ്. ഇന്ധന വിപ്ലവം എന്ന ആകർഷകമായ ലേബലൊട്ടിച്ച് സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന E20 പെട്രോൾ RSS ഭരണകൂടത്തിന്റെ ചോദ്യങ്ങളെ വകവെക്കാത്ത രാജ്യമെന്ന സ്വപ്നത്തിലേക്കുള്ള ഒടുവിലത്തെ ആണിയടിയാണ്. 20% എത്തനോൾ ചേർത്ത പുതിയ ഇന്ധന നയം രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ ലാഭം ആർക്കാണ് എന്ന ചോദ്യം നമ്മൾ ഗൗരവമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറച്ച് പുറത്തിറങ്ങുന്ന ഓരോ സാധാരണക്കാരനും പറയുന്നത് വാഹനങ്ങളുടെ മൈലേജ് കുത്തനെ ഇടിയുന്നു. അതെ, പണത്തിന് മുമ്പത്തേക്കാൾ മൂല്യം കുറയുമ്പോഴും ലിറ്ററിന് 100 രൂപയിലധികം കൊടുത്ത് നമ്മൾ വാങ്ങുന്ന പെട്രോളിന് പഴയ ഗുണമില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രശ്നം മൈലേജിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ എത്തനോൾ മിശ്രിതം വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങളെ തുരുമ്പെടുപ്പിക്കുമെന്നും പണിമുടക്കിലേക്ക് തള്ളിവിടുമെന്നും ഓട്ടോമൊബൈൽ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വർഷങ്ങളോളം ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സാധാരണക്കാരന്റെ വാഹനങ്ങൾ ഇന്ന് അധികാരികളുടെ പരീക്ഷണ വസ്തുക്കളായി മാറിയിരിക്കുകയാണ്. ഇതിലും വലിയ കണി മറ്റൊന്നാണ്. ഈ ഇന്ധന വ്യതിയാനം മൂലം എഞ്ചിൻ തകരാറിലായാൽ ഇൻഷുറൻസ് കമ്പനികൾ കൈമലർത്തുമെന്ന അനിശ്ചിതത്വം നിലനിൽക്കുന്നു. നഷ്ടം വന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ല. ഗുണനിലവാരം കുറഞ്ഞ ഇന്ധനം നൽകിയിട്ടും അതിന്റെ സാമ്പത്തിക ലാഭം ജനങ്ങൾക്ക് കൈമാറാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല. വൻകിട കമ്പനികളുടെ ലാഭം കൂട്ടാൻ സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്ന ഈ നയം എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വണ്ടിയുടെ ആയുസ്സും ജനങ്ങളുടെ സമ്പാദ്യവും പന്താടുന്ന ഈ പരീക്ഷണത്തിനെതിരെ രാജ്യമൊട്ടാകെ പ്രതിഷേധം ഇരമ്പുകയാണ്. E20 മിശ്രണവുമായി ബന്ധപ്പെട്ട എല്ലാ പോളിസി രേഖകളും സാങ്കേതിക പഠന റിപ്പോർട്ടുകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക. എത്തനോൾ കലർത്താത്ത പെട്രോൾ, കുറഞ്ഞ അളവിൽ എത്തനോൾ കലർത്തിയ E5, E15 ഇന്ധനങ്ങൾ എന്നിവ ന്യായമായ വിലയിൽ ലഭ്യമാക്കുക. മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളുമായും ഉപഭോക്താക്കളുമായും കൂടിയാലോചന നടത്തുന്നതിനു മുമ്പായി E25, E30 തുടങ്ങിയ ഉയർന്ന മിശ്രണങ്ങളിലേക്ക് നീങ്ങുന്നത് തൽക്കാലം നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. 2024 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏകദേശം 80% വാഹനങ്ങളും E20 ഇന്ധനത്തിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടവയല്ല. അതിനാൽ സ്വന്തം വാഹനത്തിന്റെ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട് അത് E20 ഇന്ധനത്തിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പമ്പുകളിൽ ഇന്ന് സാധാരണ പെട്രോൾ ലഭ്യമല്ല. ശുദ്ധമായ ഇന്ധനം വേണമെങ്കിൽ ലിറ്ററിന് 160 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് സാധാരണ പെട്രോളാണോ എത്തനോൾ ചേർത്തതാണോ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ആ സ്വാതന്ത്ര്യമാണ് ഇല്ലാതായത്. ജനാധിപത്യപരമായ കൂടിയാലോചനകൾക്ക് സ്ഥാനമില്ലാത്ത കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഈ ഏകാധിപത്യ പ്രവണത തികച്ചും മനുഷ്യത്വരഹിതമാണ്. ഒരു കാര്യം ഉറപ്പാണ്, സാധാരണക്കാരന്റെ നിസ്സഹായാവസ്ഥയെയും പോക്കറ്റിനെയും ചൂഷണം ചെയ്യുന്ന ഇത്തരം നയങ്ങൾ തിരുത്തപ്പെടുക തന്നെ വേണം. ജനങ്ങളുടെ ചോയ്സ് നിഷേധിക്കുന്ന കോർപ്പറേറ്റ് പ്രീണനം നടത്തുന്ന ഈ ഭരണകൂട ഫാസിസത്തിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയേ തീരൂ.